ഹലോ, നാടൻ സ്റ്റൈൽ മീൻ വറ്റിച്ച റെസിപ്പി ഒന്ന് കണ്ടാലോ? അതിനായിട്ട് ഞാനിവിടെ 2 തക്കാളി, ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ ഒരു പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീവ്സും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും. അതുപോലെ അല്പം പുളി വെള്ളത്തിൽ കുതിർത്താനായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല മൺചട്ടിയാണ്. ഈ മൺചട്ടിയിലേക്ക് കുതിർത്തിയ പുളി നല്ലപോലെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറി ലീവ്സ് ഒക്കെ കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് അല്പം മുളക് പൊടി കൂടി ഇട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ മൺചട്ടിയിലോട്ടൊരു വാഴയില നല്ലപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ ഉണ്ടാക്കിയ ആ മിക്സ് വാഴയിലയുടെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിവിടെ മത്തിയിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി കായം തേച്ച് വെച്ചതായിരുന്നു. ആ മീനിനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഈ മിക്സിൻ്റെ മേലെ പരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ പരത്തി എല്ലാ ഭാഗത്തായിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഏത് മീനിലും ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ആ മിക്സിനെ മീനിൻ്റെ ഏറ്റവും മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്താവുന്ന രീതിയിൽ ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിത് വിറകടുപ്പിൽ നല്ലപോലെ മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ ഗ്രേവി വേണ്ടവർക്ക് ഇതുപോലെ സെർവ് ചെയ്യാം, എല്ലാത്തവർക്കും ഒന്നുകൂടി വറ്റിച്ചെടുക്കാം. ഞാനിവിടെ അല്പം വെളിച്ചെണ്ണ മേലെ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒരുപോലെ കോമ്പിനേഷനുള്ള ഒന്നാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.